ഒരു പഴയ കാലത്തിൽ നടക്കുന്ന കഥയായിട്ടാണ് കാന്ത സിനിമ കാണിക്കുന്നത്. മഹാനടനായ TKM-ഉം സംവിധായകനായ മഹാദേവനും തമ്മിലുള്ള ഈഗോ കാരണം ഒരു സിനിമ പാതി വഴിക്ക് നിർത്തേണ്ടി വരുന്നു. ഇത് കാരണം ആ സിനിമയുടെ നിർമ്മാതാവായ സ്റ്റുഡിയോ ഓണർ കടത്തിലാവുകയും ആ കടം തീർക്കാൻ വേണ്ടി ഈ സിനിമ വീണ്ടും പുനരാരംഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ മഹാദേവന്റെയും TKM-ന്റെയും ഈഗോ വീണ്ടും ആ ഷൂട്ടിംഗ് സൈറ്റിൽ എല്ലാവർക്കും കാണാൻ കഴിയുന്നു. മഹാദേവൻ TKM-നെതിരെ ഒരു പുതുമുഖ നടിയെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഇറക്കുന്നത്. അവൾ ഒരു അനാഥയായിരുന്നു. TKM-ഉം ഇതുപോലെ തന്നെ ഒരിക്കൽ അനാഥയായിരുന്നു. TKM-നെയും സിനിമയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത് മഹാദേവനായിരുന്നു. കുമാരി എന്നായിരുന്നു ആ പുതുമുഖ നായികയുടെ പേര്. കുമാരി TKM-ന് എതിരായിരുന്നു. കാരണം മഹാദേവനാണല്ലോ തന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ TKM-ന്റെ അഭിനയത്തിലുള്ള പ്രാഗൽഭ്യം കണ്ട് കുമാരി TKM-ൽ മയങ്ങുകയും അവർ തമ്മിൽ സ്നേഹത്തിലാവുകയും ചെയ്യുന്നു. ഇതിനിടയിൽ മഹാദേവന്റെ കാലിന് പരിക്ക് പറ്റുന്നു. ഇത് TKM ചെയ്തതാണെന്ന് ആരോപിക്കപ്പെടുന്നു. ഷൂട്ടിംഗ് സൈറ്റിൽ വെച്ച് TKM-നും ചില അപകടങ്ങൾ സംഭവിക്കുന്നു. ഇത് മഹാദേവനെതിരെയും വിരൽ ചൂണ്ടുന്നു. കുമാരി ഇവരുടെ രണ്ടുപേരുടെയും ശത്രുത ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നടക്കുന്നില്ല. ഇതിനിടയിൽ കുമാരി ഗർഭിണിയാകുന്നു. ഇതിന് കാരണം TKM ആയിരുന്നു. ഒരു കല്യാണം കഴിഞ്ഞ TKM കുമാരിയെയും കല്യാണം കഴിക്കാമെന്ന് സമ്മതിക്കുന്നു. പക്ഷേ അന്ന് രാത്രി തന്നെ കുമാരി വെടിയേറ്റ് മരിക്കുന്നു. ആ സിനിമ സെറ്റിലുള്ള എല്ലാ പേരും മഹാദേവനെ തന്നെ സംശയിക്കുന്നു. എന്നാൽ സിനിമയുടെ അവസാന ഘട്ടത്തിൽ മഹാദേവന്റെ അടുത്ത് TKM പറയുന്നു, അവളെ കൊന്നത് താനാണ്, നിങ്ങളും അവളും കൂടി എന്നെ കുടുക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് താൻ അങ്ങനെ ചെയ്തത്. എന്നാൽ ഇത് TKM-ന്റെ വെറും തെറ്റിദ്ധാരണ മാത്രമായിരുന്നു എന്ന് മഹാദേവൻ പറഞ്ഞ് മനസ്സിലാക്കുന്നു. നമ്മുടെ രണ്ടുപേരുടെയും ഈഗോയാണ് കുമാരിക്ക് ഈ ഗതി വരാൻ കാരണമെന്ന് പറഞ്ഞ് കുമാരിയുടെ കൊലപാതക കുറ്റം സ്വയം ഏറ്റെടുത്തുകൊണ്ട് മഹാദേവൻ ആത്മഹത്യ ചെയ്യുന്നു. ഇതിനുശേഷം കൊല്ലപ്പെട്ട കുമാരിയും TKM-ഉം അഭിനയിച്ച സിനിമ റിലീസ് ചെയ്യുക അത് സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്യുന്നു. ഇതിനുശേഷം ദുഃഖിതനായ TKM ഒരു നടനായിട്ട് തന്നെ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു.